Shri P.K. Kunjalikutti, Shri Ramesh Chinnitthala, Shri Sunny Joseph, Shri K. Muralidharan, Shri Mons Joseph, Shri Shibu Baby John, Shri Anup Jacob, Shri C.P. John, Shri A.P. Anil Kumar, Shri N. Shamsuddin, Shri P.C. Vishwanath, Shri Roji M. John, Srimati Bindu Krishna, Shri M. Liju, Shri K. M. Shaji, Shri P.K. Bashir, Shri V.E. Abdul Ghafoor, Shri T. Siddiq, Srimati K. A. Tulasi. Sanam, Youth Congress Samsthana President കൂടിയായ ശ്രീ O.J. Janish. ഇതാണ് 20 പേരുടെ പേര്. ആണല്ലോ. സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ സഭയിലെ തന്നെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും. ചീഫ് വിപ്പ് അത് കേരള കോൺഗ്രസിനാണ്. അദ്ദേഹം ശ്രീ P.J. ജോസഫ് സാർ അത് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ വരട്ടെ, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വരേണ്ട ചിലപ്പോൾ ഇതിൽ വന്ന പലരേക്കാളും അർഹതയുള്ള ആളുകളുണ്ട് പുറത്ത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു പാർട്ടി ഇത് നിശ്ചയിക്കും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോഷ്യൽ ബാലൻസ്, റീജിയണൽ ബാലൻസ് ഇതൊക്കെ നോക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ അർഹതയുള്ള 63 പേര് ജയിച്ചു വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ ഉറപ്പായിട്ട് വരണ്ട. പക്ഷെ 11 ഉള്ളത്. 10 ഇതുവരെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്, 11 അത് പറയാം, പിന്നീട് പറയാം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. വകുപ്പുകളുടെ കാര്യം, വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. അത് സാധാരണ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. നാളെ അത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണറുടെ അപ്രൂവൽ കിട്ടിയാൽ അത് ഗവൺമെന്റ് പ്രസിൽ കൊടുത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത്. പ്രഖ്യാപിക്കാറില്ല. അതാണ് അതിന്റെ കൺവെൻഷൻ. അത് പറഞ്ഞല്ലോ, ഞാൻ 3 ചോദ്യം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ചില ധാരണകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. അല്ലല്ല, അതൊക്കെ പറയാന്നേ. അതൊക്കെ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അടുത്ത വിസ്മയങ്ങൾ നോക്കിയോ. അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സുക്കു. അതേ, ഞാൻ NSU അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹിമാചലിലെ NSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ അവിടെ നിന്നെല്ലാം നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. അത് വരട്ടെ, അദ്ദേഹം വരും. അല്ല, പിന്നീട് അല്ല, ഇപ്പല്ല, നാളെ പിന്നീട് നിരവധി മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ
അദ്ദേഹം ഉണ്ടാവും. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ബിനോയ് വിശ്വം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിവിധ കക്ഷി നേതാക്കൾ ഉണ്ടാവും. ഏറ്റവും ബഹുമാനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞു. ഒരു ഡിമാൻഡ് വരാനും വെച്ചു, ഒരു ഡിമാൻഡ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ചർച്ച നടന്നിട്ടില്ല. ഇല്ല, എന്റെ ശ്രദ്ധയപ്പെട്ടില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും പറയുന്നില്ല. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത പേരുകൾ പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ മന്ത്രിസഭാ ലിസ്റ്റ് ഉണ്ടാക്കാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മന്ത്രിസഭാ ലിസ്റ്റ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പട്ടികജാതി മന്ത്രി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി 2 പട്ടികജാതി മന്ത്രിമാർ. സമീപകാലത്തെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരെയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവാണ് നഫീസത്ത് ബീവി അല്ലേ? ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങൾ വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മിടുക്കരായിട്ടുള്ള ആളുകൾ, ഇതിൽ വരേണ്ട ആളുകൾ, അർഹരായ ആളുകളുണ്ട്. നോക്കട്ടെ. ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണും, തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ ഒത്തു കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിങ്ങാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടില്ല? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്? അല്ല, ഞാൻ ചോദിച്ചത്, നിങ്ങളെ കാണുന്ന ഒരു രസമല്ലേ? നിങ്ങളെന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. ഞാൻ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷേ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനോ മറുപടി പറയണം. നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല എന്നെക്കുറിച്ച് നല്ല, എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലേ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരാക്കാം. നിങ്ങളെല്ലാവരും സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം.